ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. കൃഷ്ണനോട് നമുക്ക് ഏറ്റവും കൂടുതലുള്ള പരിഭവം എന്താ? നമ്മൾ പറയുന്ന ആഗ്രഹങ്ങളൊന്നും ഭഗവാൻ സാധിപ്പിച്ചു തരണില്ല എന്നുള്ളതാണ്. ഞാൻ ഇത്രയൊക്കെ ഭഗവാനെ നാമം ചൊല്ലണുണ്ടല്ലോ, ഞാൻ നാരായണീയം വായിക്കുന്നുണ്ടല്ലോ, വേറെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടല്ലോ, എന്നിട്ടും ഭഗവാൻ എന്താണ് എൻ്റെ ആഗ്രഹം നടത്തി തരാത്തത് എന്നാണ് നമുക്ക് എപ്പോഴും ഒരു പരിഭവം ഉണ്ടാവാറില്ലേ. പക്ഷേ ശരിക്കും ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു ഉദാഹരണം പറയൂ കേട്ടോ. ഒരു ചെറിയ കുട്ടി, ആ കുട്ടിക്ക് പനി പിടിച്ച് കിടക്കുക. അപ്പോൾ ഡോക്ടറെ അടുത്ത് പോണ സമയത്ത് വഴി കൂടെ പോകുമ്പോൾ ഒരു ഐസ്ക്രീമിൻ്റെ കട. അപ്പോൾ ഐസ്ക്രീം കണ്ടപ്പോൾ കുട്ടിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ കുട്ടി വാശി പിടിക്കാൻ തുടങ്ങിയെന്നാണ്. അപ്പോൾ കുട്ടി വാശി പിടിക്കാൻ തുടങ്ങി. ഐസ്ക്രീം വാങ്ങി കൊടുത്തു കഴിഞ്ഞാൽ ഈ പനിയുള്ളത് എന്താ ഉണ്ടാവുക? ഒന്നും കൂടി വഷളാവും അല്ലേ? കുട്ടിക്ക് തന്നെ ആവും വിഷമം. പിന്നെ അത് സഹിക്കാനും വേദനയൊക്കെ ഉണ്ടാവുമ്പോൾ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇത് മനസ്സിലാക്കണ സ്നേഹമുള്ള അച്ഛനമ്മമാർ ആ കുട്ടിക്ക് അത് വാങ്ങി കൊടുക്കുകയോ ഇല്ല. എത്ര വാശി പിടിച്ചാലും ശരി, ഇല്ല ഇപ്പോൾ വേണ്ട അല്ലേ, ആ ഭേദമാവട്ടെ, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എന്നൊക്കെ പറഞ്ഞു നോക്കും. എന്നാലും കുട്ടിക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല. അപ്പം എന്താ ചെയ്യുക? എങ്ങനെയെങ്കിലും ആ കുട്ടിയുടെ മനസ്സ് മാറ്റാൻ നോക്കും അല്ലേ. ഇതേപോലെയാണ് ഭഗവാൻ നമ്മൾ അച്ഛനമ്മമാരെങ്ങനെയാണോ ആ കുട്ടീനോടുള്ള ആ സ്നേഹം, ഇതേപോലെയാണ് ഭഗവാന് നമ്മളോടുള്ള സ്നേഹം. നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നന്മയാണോ എന്ന് നമുക്ക് ഉറപ്പൊന്നുമില്ല അല്ലേ. നമുക്ക് തോന്നും നന്മയാണെന്ന്, പക്ഷെ നിർബന്ധമൊന്നുമില്ല. മുൻകൂട്ടി കാണാൻ കഴിയുന്ന ആളാണ് ഭഗവാൻ അല്ലേ. നമുക്ക് നാളേക്ക് ഇത് നന്മയാണോ ദോഷമാണോ എന്ന് നന്നായിട്ട് അറിയണ ആളാണ് ഭഗവാൻ. അപ്പോൾ നമുക്ക് ദോഷമുള്ളതാണെങ്കിൽ ആ അച്ഛനമ്മമാരെ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കാത്ത പോലെ എത്ര വാശി പിടിച്ചിട്ടും കാര്യമില്ല, ഭഗവാൻ നമുക്ക് തരില്ല. കാരണം അത് ഭഗവാന്റെ വാത്സല്യമാണ്. അല്ലാതെ ഭഗവാൻ നമ്മളുടെ പ്രാർത്ഥന കേൾക്കണില്ല എന്നോ അല്ലെങ്കിൽ ഭഗവാന് സന്തോഷമായിട്ടില്ല എന്നോ അതൊന്നുമല്ല അതിൻ്റെ അർത്ഥം. ഒന്നുകിൽ ആ കുട്ടിയുടെ കാര്യം പറഞ്ഞ പോലെയാണ്, ആ പനിയൊക്കെ മാറി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അല്ലേ. അപ്പോൾ നമുക്ക് ആ സംഭവം കിട്ടാനുള്ള സമയമായിട്ടില്ല. നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതിനുള്ള സമയമായിട്ടില്ല. അപ്പോൾ ആ സമയം നോക്കിയിട്ടാണ് ഇല്ല, ഇപ്പം തന്നെ തന്നാൽ ആപത്താണ്. അപ്പോൾ ആ സമയം ആവട്ടെ എന്നുള്ള രീതിയിലാണ് ഒന്നുകിൽ ഭഗവാൻ കാത്തു നിൽക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ ആ ഐസ്ക്രീം കഴിച്ച കുട്ടിക്ക് എന്തായാലും ദോഷമാണ്. എന്ത് വന്നാലും വേണ്ടില്ല, ദോഷമാണ്. അപ്പോൾ ഇപ്പോഴല്ല എപ്പോൾ കഴിച്ചാലും ദോഷമാണെന്നുണ്ടെങ്കിൽ നമ്മൾ വാശി പിടിച്ചിട്ട് കാര്യമില്ല. സമയം ചെന്നാലും ചിലപ്പോൾ അത് തന്നോളണമെന്നില്ല. കാരണം നമുക്ക് ആപത്തുള്ള കാര്യമാവും. അപ്പോൾ ഭഗവാനെ എന്തുകൊണ്ടാണ് ഭഗവാൻ അങ്ങനെ പെരുമാറണത്, അല്ലെങ്കിൽ ഞാൻ ഇത്രയൊക്കെ ആശ്രയിച്ചിട്ടും എന്തേ ഭഗവാൻ കനിയാത്തത് എന്നുള്ള ഒരു ചിന്ത വേണ്ട. നമ്മൾ നമ്മുടെ കർമ്മങ്ങൾ ചെയ്യുക, ധർമ്മത്തിൽ നിന്ന് മാറാതെ ചെയ്യുക, ഭഗവാനെ സമർപ്പിച്ച് ചെയ്യുക. ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും, കുഴപ്പമൊന്നുമില്ല, നമ്മളൊക്കെ സകാമന്മാർ തന്നെയാണ്, അല്ലാന്നൊന്നുമില്ല. പക്ഷേ ആ ആഗ്രഹങ്ങൾ ഭഗവാൻ നമുക്ക് നിറവേറ്റി തരുന്നത് ഈ ഒരു കാര്യം ചിന്തിച്ചിട്ടാണെന്ന് ഓർക്കുക. നമുക്ക് നല്ലതാണെങ്കിൽ നമുക്ക് അപ്പം തന്നെ കിട്ടുമ്പോൾ എല്ലാ കാര്യവും ഭഗവാൻ നിഷേധിക്കണമൊന്നുമില്ല, ഇല്ലല്ലോ. പക്ഷേ ചില കാര്യം ചിലപ്പോൾ നമുക്ക് ഇന്ന് മനസ്സിലാവില്ല, നാളെ നമുക്ക് മനസ്സിലാവും. ഭഗവാൻ അതെനിക്ക് തരാഞ്ഞത് എത്ര ഭാഗ്യമായില്ലേ, അത് നമുക്ക് അന്ന് തോന്നും. ഇന്ന് നമുക്കത് മനസ്സിലാക്കാനുള്ള ആയിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു വാക്കുകളോടുകൂടി ഇന്നത്തെ ഈ ഒരു ഉദ്യമം സമർപ്പിക്കുകയാണ്. ഹരേ കൃഷ്ണ.